നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വെയിൽസിൽ കറങ്ങാൻ വേണ്ടി വന്നിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ നിന്ന ഹോസ്റ്റലും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സമയം ചിലവഴിച്ചു. വൈകുന്നേരം കുറച്ച് പാട്ടും ഇതൊക്കെ ആയിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു. കണ്ണെത്താ ദൂരത്തോളം മലനിരകൾ. നമ്മൾ ഇന്നലെ താമസിച്ച ആ സ്ഥലത്ത് നമുക്ക് റേഞ്ചില്ല. അപ്പോൾ നമുക്ക് റേഞ്ച് കിട്ടണമെങ്കിൽ ഈ ഒരു മലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് കിട്ടുള്ളൂ. ഇത് വണ്ടിയെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് റേഞ്ച് പിടിക്കുന്ന ഒരു 3 യുവാക്കളെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നത്. ഇതുണ്ടോ, ഒരു ദിവസം വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റാതെ പരിഭ്രാന്തരായി നിൽക്കുന്ന ആളുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. മൊത്തം വണ്ടിക്കകത്തും എല്ലാം ഇതാണ്ട് ഫോൺ വിളിക്കാൻ ഒരു പറ്റാണ്ടിരുന്നിട്ട് ഹാനിരുന്ന് ഫോൺ വിളിക്കുന്നു. ഇത് നെറ്റ്വർക്ക് പിടിക്കുന്ന 3 എനിക്ക് കിട്ടി എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റുന്നത്. എവിടെ നമ്മൾ കറങ്ങാൻ പോകുന്നത്? അതായത് 10 മൈലേ ഉള്ളൂ, പക്ഷെ 10 മൈലേക്ക് നമുക്ക് 52 മിനിറ്റ് എടുക്കും. അതെ, ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വീണ്ടും ഓഫ് റോഡ് തന്നെയാണെന്നാ തോന്നുന്നത്. ഓഫ് റോഡും ചാണകവും. ഓഫ് റോഡാണ് കുഴപ്പമില്ല, ഓഫ് റോഡും ചാണകവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെ. ഇപ്പൊ സമയം എത്രയായി? ഇത് 1 മണിയായി കേട്ടോ. രാവിലെ 7 മണിക്ക് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ ആളുകളാണ്. മണിയേട്ടാ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ, താഴോട്ട് മുഴുവൻ ഇതുണ്ടോ. അങ്ങോട്ടേക്കെല്ലാം അവിടെ ഈ ചെമ്മരിയാടിൻ്റെ ഓരോരോ ഫാമുകളാണെന്ന് തോന്നുന്നു ദൂരത്തോളം കാണാൻ വേണ്ടി പറ്റുന്നത്. ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഏത് സ്ഥലത്താണ് ലിനീഷ ഫസ്റ്റ് പോകുന്നത്? തീരുമാനമില്ല. നെറ്റ്വർക്ക് കിട്ടിയില്ലേ? മില്ലാൻ പറഞ്ഞു പ്രസിഡന്റ് എന്താ? അടുത്ത 2 സ്റ്റോപ്പാണ്. ഈ 2 സ്റ്റോപ്പിൽ നമ്മൾ ആദ്യം പോകുന്നത് ലിൻ റയാം ഡാം ആൻഡ് റിസർവോയർ. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഡാമും അതിൻ്റെ റിസർവോയർ എന്ന് പറയുമ്പോൾ അറിയില്ല. അതെ, സംഭവം പറഞ്ഞാൽ ഈ നല്ല ചുറ്റും മലകളും അതിൻ്റെ നടുക്ക് നല്ല വെള്ളവും നല്ല നീല വെള്ളം ഒക്കെ ആയിട്ടുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, നീല കാണാം. അതെ, അല്ലെങ്കിൽ ഗ്രേ കളർ ആയിരിക്കും. അതെ, അതായത് വെള്ളങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെയുള്ള ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ചുറ്റും മലകളായിരിക്കും. മലകള്, കുന്ന് താഴ്വര, മരങ്ങൾ. ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവിടെ പോലും റേഞ്ച് ഇല്ല. വെയിൽസിൽ ഒരു സ്ഥലത്തും റേഞ്ച് ഇല്ല. അപ്പോൾ ഓഫ്ലൈൻ മാപ്പ് ഫുൾ വെയിൽസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ വെയിൽസിന് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫോണില്ലാത്തതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട് കേട്ടോ. ആർക്കും തോണ്ടണ്ട, എല്ലാവരും ലൈവാണ്. അപ്പോൾ നമ്മൾ ആദ്യം കവർ ചെയ്യുന്ന ഒരു റിസർവോയർ, പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ടൊരു വാട്ടർഫോള്. വെള്ളം ഉണ്ടെങ്കിൽ വാട്ടർഫോള്. നമ്മൾ ഏതായാലും അവിടെ പോകുന്നു. അതാണ് നമുക്ക് ഇവിടുന്ന് ഏറ്റവും അടുത്ത് നമുക്ക് പോകാൻ പറ്റിയ 2 സ്ഥലങ്ങൾ. നമ്മളൊരു പഴയ കാല ബ്രിഡ്ജിൽ കയറി കേട്ടോ. 1913 പണിത പാലം ഇത് കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് 3 മൈലും കൂടെയാണ് കാണിക്കുന്നത്. 8 മിനിറ്റും കൂടെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വാഗമണ്ണ് ഒക്കെ പോകുന്ന ഒരു റൂട്ടിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ. ഇത് പാറയൊക്കെ സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അധികം നടക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇനി വണ്ടി പാർക്ക് ചെയ്യുക. വലിയ ഇടുക്കി ഡാമിൻ്റെ പോലുള്ളൊരു റിസർവോയർ കേട്ടോ. ഈ റിസർവോയറിൻ്റെ മുകളിൽ നമുക്കൊരു പാലമുണ്ട്. ഇത് നടന്നു പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു പാലമുണ്ട്. അവിടെ തൊട്ട് അങ്ങ് ദൂരത്തോളം വെള്ളം കിടക്കും കേട്ടോ. എൻ്റെ ഇവിടെ താഴെയാണെങ്കിൽ ഇത് തുറന്ന് വെച്ചിട്ടുണ്ട്. അത് പോകുന്ന കാണാൻ വേണ്ടി വെള്ളം അഴിച്ചു വിട്ടേക്കുന്നത് പോകുന്ന കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. നമ്മൾ ഈ ഒരു റോഡിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ റിസർവോയർ. പക്ഷേ ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ ഒരു മലയുടെ ഇടയിലാണ് ഈ ഡാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. റിസർവോയർ ഉണ്ട്. പിന്നെ വെള്ളം ചെറിയ രീതിയിൽ തുറന്ന് വിട്ടേക്കുന്നുണ്ടോ.
യാറോടെ നമ്മൾ വന്നത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടടുത്തൊന്നും ഒരു സ്ഥലം പോലും ഇല്ല കേട്ടോ. ആകെയുള്ളത് ഈ പുറകെ കാണുന്ന ഒരു ബർഗർ ഷോപ്പാണ്. ഇവിടെയാണെങ്കിൽ ആകെ ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മൾ 4-5 പേര് കൂട്ടി തപ്പി പെറുക്കി ഒരു 10-65 സമയത്ത് പോലെ ചില്ലറ ഉൾപ്പെടെ എല്ലാം നുള്ളി പെറുക്കിയിട്ട് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് വന്നിരിക്കുകയാണ്. അനന്തമായിട്ട് ബസ് ഡ്രൈവറായിട്ട് നിന്റെ ഒരു ക്യാഷ് പോലും ഇല്ലടി. ഞാൻ ട്രൈ എടുത്തേ 3 പൗണ്ടുണ്ട്. അനന്തന്റെ അടുത്ത് 3 പൗണ്ട്. അതിന്റെ അടുത്ത് എത്രയാ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്? അവന്റെയും. ഞാൻ പറഞ്ഞ ട്രൈ ഉണ്ടായിരുന്നു സുഖം. അത് തന്നെ, നമ്മൾ ഡെയിലി 100 പൗണ്ട് അടയ്ക്കുന്ന ആൾക്കാരാണ്. എന്റെ അടുത്ത് എന്തോ ഒരു ഭാഗ്യത്തിന്, അതെ ഭാഗ്യത്തിന് എന്റെ ഒരു 10-30 പൗണ്ട് ഉണ്ടായിരുന്നു. ഇതുണ്ട്, ഇത് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്ന ആംബിയൻസ് ആണ്. കിടും. പിള്ളേരെല്ലാം ഓരോന്നായിട്ട് ബർഗർ കിട്ടി കഴിച്ചു തുടങ്ങി. ഈ കടക്കാരനുണ്ടല്ലോ ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ദൈവം. ബർഗർ സോസ് അതല്ലേ. ഈ പുള്ളിക്കാരനാണ് നമ്മുടെ ദൈവം ഇന്നത്തെ. ഈ പുള്ളി ഉള്ളതുകൊണ്ട് ഇന്ന് ഫുഡ് കിട്ടി. നമ്മൾ റിസർവോയറിൽ നിന്ന് ഡബിൾ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ഡ്രൈവ് അടിപൊളി ഡ്രൈവാണ് കേട്ടോ. നമ്മൾ പോകുന്ന പാസിംഗ് സ്പേസിൽ വണ്ടി നിർത്തിയിട്ടേക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട റിസർവോയറാണ് ഇതിൻ്റെ താഴെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക, ഇങ്ങനെ മുട്ടക്കുന്നുകൾ പോലെ മല നിരകൾ. ഇവിടെ വേണം നമുക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് അവിടെ 2 പേര് കണ്ടോ കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഫുഡൊക്കെ അടിച്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കേ ഉള്ളൊരു പാസിംഗ് പ്ലേസിൽ നമ്മൾ നിർത്തിയ ചെറിയൊരു റെസ്റ്റായിട്ട്. ഫുള്ള് വന്ന വഴി മുഴുവൻ പൈൻ മരങ്ങളായിരുന്നു. പൈൻ മരം വളവും തിരിവും ഉള്ള. നമ്മൾ നേരത്തെ കണ്ട റിസർവോയറിൻ്റെ മുകളിൽ കൂടെ ഉള്ള ഒരു റോഡാണിത്. പോളി മക്കളെ, പോളി, അടിപൊളി. അടുത്ത ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എടുക്കാൻ വേണ്ടി വണ്ടികൾ സൈഡാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തു. ഇവിടെ നമുക്കൊരു കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ടാണ്. നമ്മളിപ്പോ ഇവിടെ ഡബിൾ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ ഇട്ടാ ഇങ്ങോട്ട് വന്നേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഫുൾ കറങ്ങി തിരിഞ്ഞു വന്ന ആ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കയറി വന്ന മല, അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഡബിൾ സ്റ്റെയർ കേസ്. അത് കാരണം പപ്പു പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാ. പക്ഷെ ഡ്രൈവ് പൊളിയല്ലേ? പൊളി ഡ്രൈവ്. ലെഫ്റ്റ് സൈഡിലെ താഴേക്കുള്ള താഴ്ച ഇതാണ്. എങ്ങനെയുണ്ട് ഇപ്പം വന്ന ഡ്രൈവിനെ കുറിച്ച്? ഒരു മിനിറ്റ്, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നതിനെ കുറിച്ച് എന്നാ
അത് അടിപൊളിയാ. ഇതിനിടയ്ക്ക് ഒരു 4 അവന്മാർ ഒന്നിച്ചുകൊണ്ട് പോയില്ല, 2 ഡിഫൻഡറും ഒരു ക്രൂസറും. അവന്മാരുടെ ലൈഫൊക്കെയാണ് ലൈഫ്. സത്യമായിട്ട് കൊതിയാ പോരുന്നു. അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ മുഴുവൻ 4 വീൽ വണ്ടിയും ലാൻഡ് ക്രൂയിസറും ഇതൊക്കെ വരുന്നത്. ഞങ്ങളാ ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് കയറി വരുന്നത്. അവന്മാര് നമ്മളെ നോക്കുവാ, എന്തുവാടെ എടുത്തു മാറ്റാൻ വഴിയുന്ന. അല്ല അവന്മാർക്കറിയോ ഞങ്ങൾ ഓൾട്ടോവും കൊണ്ടാണ് മൂന്നാർ താമരശ്ശേരി ചുരം കയറുന്നതും മൂന്നാർ കയറുന്നതും ഓൾട്ടോയും കൊണ്ടാണെന്ന് അവന്മാർക്കറിയോ. അവന്മാർക്ക് ലാൻഡ് ക്രൂയിസർ വേണം, 4 വീൽ ഡ്രൈവ് വേണം, ഓഫ് റോഡ് വണ്ടി വേണം. മെയിൻ സീൻ ഒന്നുമല്ല, ഇത് നമ്മുടെ ലാൻഡ് ക്രൂയിസർ. ഈ കാണുന്ന 4 വണ്ടിയും കൊണ്ട് നമ്മൾ വന്ന്. ഇത് മണികണ്ഠന്റെ കഷ്കായി, ഇത് അനന്തുവിന്റെ FIs, ലിനീഷിന്റെ വണ്ടി. ഈ 4 വണ്ടിയും കൊണ്ടാണ് മറ്റേ ഡിഫൻഡർ കൊണ്ട് വരുന്നവന്മാരുടെ അടുത്ത് കളിക്കുന്ന നമ്മള്. ഒന്നുമില്ല. ഡ്രൈവ് എന്ന് പറഞ്ഞുണ്ടല്ലോ, പറയാൻ വാക്കുകളില്ല. അത് ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്യണം. ഡ്രൈവ് ആണ്. വേറെ ഒരു സ്ഥലവും കാണാനില്ല, ഒരു രക്ഷയില്ല കേട്ടോ. റോഡിന്റെ ക്വാളിറ്റി റോഡ് നല്ല ഇത്രയും ഹൈ റേഞ്ച് ആണെങ്കിൽ പോലും അതെ, ഒരു ശകലം പോലും ഒരു ഗട്ടറോ കുഴിയോ ഒന്നും. ഈ പോകുന്ന വണ്ടിയാണ് ഇവന്മാർ. ഈ മുതലും കൊണ്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. അതിന്റെ ഇടയ്ക്കാണ് നമ്മള് ഈ സാധനം കൊണ്ട്, സെഡാനും കൊണ്ട് വരുന്നത്. Tell me what you like about free. Huh? It's the only song that I know. ഡെവിൾ സ്റ്റെയർ കേസ് ഉണ്ടോ? വന്നിട്ടുണ്ട്. നമ്മൾ ഡെവിൾ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്നത്. അപ്പം ദേ ഈ തൊട്ടു പുറകെ കാണുന്ന അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ബൈക്ക് വരുന്നുണ്ട്, വണ്ടികള് നമ്മുടെ 2ാമത്തെ ദിവസത്തെ ട്രിപ്പ് നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും റെഡിയാണ് പോകാൻ വേണ്ടി. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. 2 ദിവസം ശരിക്കും എൻജോയ് ചെയ്തു. എൻജോയ് എന്ന് പറഞ്ഞാൽ അടിച്ച് തകർത്ത് ഞങ്ങൾ. ഇനി നമ്മളവിടെ ഹോസ്റ്റലിൽ നേരെ പോകുന്നു. ഹോസ്റ്റലിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യുന്നു. നാളെ രാവിലെ ചെക്കൗട്ടാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.